പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. ദുബായ് റിയൽ എസ്റ്റേറ്റ് ഇടിയുമെന്ന് ഫിച്ച്. ഭവന വിപണിയിൽ ചുരുങ്ങിയത് 15% വിലയിടിവ് പ്രതീക്ഷിക്കാമെന്നാണ് ഫിച്ച് റേറ്റിംഗ്സ് പറയുന്നത്. ദുബായിലെ റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് വിപണിയുടെ മൂല്യം പാരമ്യത്തിലെന്ന് റേറ്റിംഗ് ഏജൻസിയായ ഫിച്ച്. വരുന്നാളുകളിൽ വിലയിൽ ഇടിവ് പ്രതീക്ഷിക്കാമെന്നും അന്താരാഷ്ട്ര ഏജൻസി വ്യക്തമാക്കി. കോവിഡിന് ശേഷമുള്ള കുതിച്ചുചാട്ടത്തിന് ശേഷമാണ് വിപണി താഴേക്ക് പോകുക. അപ്പാർട്ട്മെന്റുകൾ, വില്ലകൾ അടക്കമുള്ള ഭവന വിപണിയിൽ ചുരുങ്ങിയത് 15% വിലയിടിവ് പ്രതീക്ഷിക്കാമെന്നാണ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ഫിച്ച് റേറ്റിംഗ്സ് പറയുന്നത്. തുടർച്ചയായ വർഷങ്ങളിൽ രേഖപ്പെടുത്തിയ കുതിപ്പിന് ശേഷമാണ് വിപണിയിൽ ചാഞ്ചാട്ടമുണ്ടാകുന്നത്. നിലവിൽ ബുക്ക് ചെയ്ത പ്രോജക്റ്റുകളുടെ വിതരണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ആവശ്യങ്ങളിൽ കുറവുണ്ടാകുമെന്നാണ് ഫിച്ചിന്റെ നിഗമനം. 2022-നും 2025-ന്റെ ആദ്യപാദത്തിനുമിടയിൽ റെസിഡൻഷ്യൽ യൂണിറ്റുകളുടെ വിലയിൽ 60% വർധനയാണ് രേഖപ്പെടുത്തിയത്. ദുബായിലെ റിയൽ എസ്റ്റേറ്റ് വിപണി കൂടുതൽ വിദേശ നിക്ഷേപകരെ ആകർഷിച്ചതും വിപണിയുടെ കുതിപ്പിന് കാരണമായെന്ന് ഫിച്ച് ചൂണ്ടിക്കാട്ടുന്നു. ഉദാരമായ ആദായ നികുതി നയങ്ങളും വിസ നിയമങ്ങളുമാണ് വിദേശികളെ ദുബായിലേക്ക് ആകർഷിച്ചത്. ദുബായ് ഗവൺമെന്റിന്റെ കണക്കുപ്രകാരം കഴിഞ്ഞ വർഷം എമിറേറ്റിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ രേഖപ്പെടുത്തിയത് 36% വളർച്ചയാണ്. 1 ലക്ഷത്തിലേറെ പുതിയ നിക്ഷേപകരാണ് എമിറേറ്റിൽ നിക്ഷേപിച്ചത്. ആകെ 76,100 കോടി ദിർഹം മൂല്യമുള്ള ഇടപാടുകളാണ് ഇക്കാലയളവിൽ നടന്നത്. ദുബായിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വാർഷിക ഇടപാടാണിത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്റ്റീൽ, അലൂമിനിയം എന്നിവയുടെ താരിഫ് 25% നിന്ന് 50% ഉയർത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. നീക്കം അമേരിക്കൻ സ്റ്റീൽ നിർമ്മാതാക്കളെ സംരക്ഷിക്കാൻ. ഭവന ഓട്ടോ നിർമ്മാണ വ്യവസായങ്ങൾക്കുള്ള ചെലവ് വർദ്ധിക്കുമെന്ന ആശങ്കകൾക്കിടയിലും US സ്റ്റീൽ നിർമ്മാതാക്കളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്റ്റീൽ ഇറക്കുമതി തീരുവ 25% നിന്ന് 50% ഇരട്ടിയാക്കാനുള്ള പദ്ധതികൾ ട്രംപ് പ്രഖ്യാപിച്ചു. തന്റെ സോഷ്യൽ പ്ലാറ്റ്ഫോമായ ട്രൂത്തിലാണ് ട്രംപ് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത്. പുതിയ നിരക്കുകൾ ജൂൺ 4 ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും പോസ്റ്റിൽ പറയുന്നു. സ്റ്റീൽ ലെവികൾ ഇരട്ടിയാക്കുന്നത് ട്രംപിന്റെ ആഗോള വ്യാപാര യുദ്ധത്തെ കൂടുതൽ രൂക്ഷമാക്കും. നിർണായക ധാതുക്കളുടെ മേലുള്ള താരിഫുകളും വ്യാപാര നിയന്ത്രണങ്ങളും പരസ്പരം ലഘൂകരിക്കാനുള്ള കരാർ ചൈന ലംഘിച്ചുവെന്ന് അദ്ദേഹം ആരോപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത്. ചൈനയെ ആക്രമിച്ചുകൊണ്ട് ഷാങ്ഹായിൽ നിന്നുള്ള മോശം സ്റ്റീലിനെ ആശ്രയിക്കുന്നതിനു പകരം പിറ്റ്സ്ബർഗിന്റെ ശക്തിയും അഭിമാനവും ഉപയോഗിച്ച് അമേരിക്കയുടെ ഭാവി കെട്ടിപ്പടുക്കണമെന്ന് ട്രംപ് പറഞ്ഞു. നിർദ്ദിഷ്ട താരിഫ് വർധനവ് നടപ്പാക്കിയാൽ ഭവന, ഓട്ടോമോട്ടീവ്, നിർമ്മാണ മേഖലകൾ ഉൾപ്പെടെ ഉരുക്കിനെ വളരെയധികം ആശ്രയിക്കുന്ന വ്യവസായങ്ങളുടെ ചെലവ് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. പരസ്പര താരിഫ് വ്യവസ്ഥ നിയമവിരുദ്ധമാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി വിധിച്ചിരുന്നു. എന്നാൽ ലെവികൾ താൽക്കാലികമായി തുടരാൻ ഒരു അപ്പീൽ കോടതി അനുവദിച്ചു. ഇത് അധിക ഇറക്കുമതി നികുതികൾക്കുള്ള സാധ്യത വർദ്ധിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. സംരംഭങ്ങൾ തുടങ്ങുന്നതിന് പ്രവാസികൾക്ക് എല്ലാ സഹായവും നോർക്ക നൽകുമെന്ന് CEO അജിത് കോളശ്ശേരി. പ്രവാസി വെൽഫെയർ കുവൈറ്റുമായി സഹകരിച്ച് നോർക്ക NBFC ഓൺലൈനായി സംഘടിപ്പിച്ച വെബിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനുയോജ്യമായ ബിസിനസ് മേഖല കണ്ടെത്തൽ, പദ്ധതി തിരഞ്ഞെടുപ്പ്, പദ്ധതി രൂപീകരണം, ബാങ്ക് വായ്പ തുടങ്ങി എല്ലാ സഹായങ്ങളും NBFC ലഭ്യമാക്കുമെന്ന് അജിത് കോളശ്ശേരി പറഞ്ഞു. NBFC പ്രോജക്ട് മാനേജർ KV സുരേഷ് പദ്ധതി വിശദീകരണം നടത്തി. വ്യവസായ വകുപ്പിന് കീഴിലുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് വിവിധ പരിശീലന പരിപാടികൾ യോഗത്തിൽ അവതരിപ്പിച്ചു. കുവൈറ്റിൽ നിന്നുള്ള 90 പ്രവാസി കേരളീയർ വെബിനാറിൽ പങ്കെടുത്തു. NBFCയുടെ സഹകരണത്തോടെ 500-ൽ പരം യൂണിറ്റുകൾ ആരംഭിക്കുകയോ വിപുലീകരിക്കുകയോ ചെയ്തിട്ടുണ്ട്. ജൂൺ മുതൽ എല്ലാ മാസവും എറണാകുളത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റിൽ വെച്ച് 3 ദിവസത്തെ റെസിഡൻഷ്യൽ സംരംഭത്വ പരിശീലന പരിപാടി നടത്തുന്നുണ്ട്. ഒരു ബാച്ചിൽ 30 പേർക്കാണ് പരിശീലനം നൽകുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US റഷ്യ വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കാൻ വഴി തെളിയുന്നു. ബിസിനസ് അന്തരീക്ഷം ഇപ്പോഴും പ്രതികൂലമാണെങ്കിലും വ്യാപാര സാധ്യതകൾ തള്ളാതെ പുടിനും ട്രംപും. 3 വർഷത്തിലേറെ നീണ്ട യുക്രൈൻ യുദ്ധത്തിനു ശേഷം സമാധാന പരിഹാരമുണ്ടായാൽ US റഷ്യ വ്യാപാരം പുനഃസ്ഥാപിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചിപ്പിച്ചു.
ചില സാഹചര്യങ്ങളിൽ വിദേശ കമ്പനികൾക്ക് തിരിച്ചുവരാൻ കഴിയുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. 2022 ഉക്രൈൻ അധിനിവേശത്തിനു ശേഷം കൊക്കോകോള, നൈക്ക്, സ്റ്റാർബക്സ്, എക്സോൺ മൊബിൽ, ഫോർഡ് മോട്ടോർ കമ്പനി തുടങ്ങിയ പ്രധാന US സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് വിദേശ കമ്പനികൾ റഷ്യ വിട്ടു. ഈ വിനാശകരമായ രക്തച്ചൊരിച്ചിൽ അവസാനിക്കുമ്പോൾ അമേരിക്കയുമായി വലിയ തോതിലുള്ള വ്യാപാരം നടത്താൻ റഷ്യ ആഗ്രഹിക്കുന്നു. അത് ഞാൻ പ്രോത്സാഹിപ്പിക്കും. പുടിനുമായി നടത്തിയ ഫോൺ കോളിന് ശേഷം ട്രംപ് പ്രസ്താവനയിൽ പറഞ്ഞു. വമ്പിച്ച തോതിൽ തൊഴിലവസരങ്ങളും സമ്പത്തും സൃഷ്ടിക്കുന്നതിന് റഷ്യയ്ക്ക് വലിയൊരു അവസരമുണ്ട്. അതിന്റെ സാധ്യതകൾ പരിധിയില്ലാത്തതാണെന്നും ട്രംപ് പറഞ്ഞു. 2022 മുതൽ റഷ്യയുടെ ബിസിനസ് അന്തരീക്ഷം വൻതോതിൽ മാറിയതിനാലാണിത്. വിദേശ കമ്പനികൾക്ക് അനുകൂലമായ രീതികളല്ല റഷ്യ പിന്തുടരുന്നതെന്ന് അമേരിക്ക മുമ്പ് വിമർശിച്ചിരുന്നു. റഷ്യൻ നിയമം ഉക്രൈനിന്റെ സഖ്യകക്ഷികളെ സൗഹൃദപരമല്ലാത്ത രാഷ്ട്രങ്ങളായി തരംതിരിക്കുകയും 50-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ബിസിനസ്സുകൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. കമ്പനികൾ തിരിച്ചുവരുമെന്ന് റഷ്യൻ സർക്കാർ പൊതുവായി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു കമ്പനിയും തിരിച്ചുവരാൻ തയ്യാറാണെന്നതിന് പ്രത്യേക തെളിവുകളൊന്നുമില്ലെന്ന് വ്യവസായ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ധനസഹായം നഷ്ടമായി. ഐക്യരാഷ്ട്രസഭ 20% ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കും. വിവിധ രാജ്യങ്ങളുടെ ധനസഹായം ലഭിക്കാത്തത് മൂലം ഏകദേശം 14,000 ജോലികൾ വെട്ടിക്കുറയ്ക്കാൻ UN പദ്ധതിയിടുന്നു. ഇതോടെ 20% ജീവനക്കാർക്ക് ജോലി നഷ്ടമാകും. US-ൽ നിന്നുള്ള സംഭാവനകൾ കുറയുന്നതാണ് ഈ വെട്ടിക്കുറയ്ക്കലിന് കാരണം. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ദുരിതാശ്വാസ പദ്ധതികളെയാണ്. കഴിഞ്ഞ 7 വർഷമായി UN-ന് ലഭിക്കുന്ന ധനസഹായത്തിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട്. നിരവധി അംഗരാജ്യങ്ങൾ വാർഷിക കുടിശ്ശിക അടയ്ക്കുന്നില്ല. കൂടാതെ 90 ദിവസത്തേക്ക് US-ന്റെ മിക്ക വിദേശ സഹായങ്ങളും നിർത്തിവെക്കുന്ന ഒരു ഉത്തരവ് പ്രസിഡന്റ് ട്രംപ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ പതിവ് ബജറ്റിന്റെ 22% US നൽകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. 193 അംഗരാജ്യങ്ങളിൽ ചൈനയുൾപ്പെടെ 152 രാജ്യങ്ങൾ അവരുടെ കുടിശ്ശികകൾ കഴിഞ്ഞ വർഷം പൂർണ്ണമായും അടച്ചു. അതേസമയം US ഉൾപ്പെടെ 41 രാജ്യങ്ങൾ ഇതുവരെ കുടിശ്ശിക നൽകിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.